വിശദാംശങ്ങളിലേക്കാണ്. മുരാരി ബാബുവിന്റെ വീട്ടിലും ഇഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ടോബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോബി, പക്ഷേ 8 മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു ഈ പരിശോധന. രാവിലെ ഏകദേശം 6:30 ശേഷമാണ് ഇവരിവിടെ എത്തി, ഇ ഡി സംഘം എത്തി മുരാരി ബാബുവിന്റെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. അപ്പോൾ മുതൽ 5 സംഘം, ഒരു സ്ത്രീ അടക്കം 5 സംഘമാണ് ഇഡിയുടെ പരിശോധന നടത്തുന്നത്. വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ജോലിയിൽ പ്രവേശിച്ച മുരാരി ബാബു 2019 ഒരു വലിയ വീട് ഈ പെരുന്നയിൽ നിർമ്മിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികം എവിടെ നിന്ന് ലഭിച്ചു, സാമ്പത്തിക സ്രോതസ് എന്ത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. നമുക്ക് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇ ഡി സമർപ്പിച്ച റിപ്പോർട്ട് പോലെ അതിനകത്ത് കള്ളപ്പണം നിരോധിക്കൽ നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും പരിശോധന നടക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുരാരി ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ് എന്ത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഉന്മേഷ്, ശരി, പരിശോധന ഇപ്പോഴും തുടരുന്നു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, SIT ഒരു ഭാഗത്ത് സന്നിധാനത്ത് പരിശോധന നടത്തുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അതിനിടയിലാണ് ED ഇന്ന് ഒരേ സമയം പല കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഷഫീദ്. ED എത്രത്തോളം ഗൗരവത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്നത്തെ EDയുടെ 21 കേന്ദ്രങ്ങളിലെ പരിശോധന. സംസ്ഥാനത്തിനകത്തും പുറത്തും ഈ രീതിയിൽ ED പരിശോധന നടത്തണമെങ്കിൽ അതൊരു സമ്പൂർണ്ണമായ അന്വേഷണത്തിലേക്ക് ED കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് 3 സ്ഥലങ്ങളിലാണ് ഈ പരിശോധന നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, നന്തൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ED മണിക്കൂറുകളായി പരിശോധന തുടരുന്നത്. രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി അവിടേക്ക് എത്തിയ അന്വേഷണ സംഘത്തിന്റെ പരിശോധന ആരംഭിക്കാൻ കഴിഞ്ഞത് 10 മണിയോടുകൂടിയാണ്. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം മാത്രമാണ് പരിശോധന കഴിഞ്ഞത്. ഈ ദേവസ്വം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരടക്കം ED വിളിച്ചു വരുത്തി പരിശോധന ആരംഭിക്കുകയായിരുന്നു. അതിൽ തന്നെ 1999 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു കൊടുത്തത് മുതൽ ഏതാണ്ട് 2025 വരെയുള്ള മുഴുവൻ രേഖകളും വിവരങ്ങളും അത് പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇക്കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിൽ നിന്നും മാത്രമല്ല അനധികൃതമായി സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശബരിമല നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ED പരിശോധിക്കും. അതിന്റെ രേഖകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ പ്രത്യേക അന്വേഷണം അതും ഇപ്പോൾ പരിധിയിലുണ്ട്. 2017 കൊടിമര പുനഃപ്രതിഷ്ഠയും വാജീവാഹന കൈമാറ്റവും അതും EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. മറ്റു 2 സ്ഥലങ്ങൾ, അതായത് ED പരിശോധന നടത്തിയ മറ്റു 2 സ്ഥലങ്ങൾ, ഒന്ന് കിളിമാനൂർ കാരേറ്റ് പാപ്പാലയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണ്. അവിടെയും പരിശോധന നടത്താൻ ആരംഭിക്കാൻ വൈകിയിരുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരന്റെ വീട്ടിൽ പരിശോധന നടത്തിയതിനു ശേഷം പൂട്ടിക്കിടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് അമ്മയുമായി എത്തിയാണ് ED സംഘം പരിശോധന നടത്തിയത്. പ്രധാനമായും പരിശോധിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക വിവരങ്ങൾ, ആസ്തി വിവരങ്ങൾ, അതിനപ്പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പക്കലുള്ള ചില രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ED ശേഖരിച്ചു. അതിനുശേഷം പരിശോധന പൂർത്തിയാക്കിയവർ മടങ്ങി. N വാസുവിന്റെ പേട്ടയിലെ വീട്ടിലും പരിശോധന ED നടത്തിയിരുന്നു. അതിൽ തന്നെ ED ഗൗരവത്തിൽ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധനയും അതേപോലെ തന്നെ ആ ദേവസ്വം ആസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന പരിശോധനയുമാണ്. ഉന്മേഷ്, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.